സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഒരു പണി കിട്ടിക്ക്. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ കലക്കി വെച്ച് ഗ്യാസ് അടുപ്പ് ഓണാക്കിയതാ. ദാ എന്താ ഗ്യാസ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അടുപ്പിൽ തീ പൂട്ടിയിട്ട് ദോശക്കല്ല് വെച്ച് ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ദോശ ഉണ്ടാക്കിയിട്ട് അടുപ്പിൻ്റെ മുകളിൽ ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭ്രാന്താ. വല്ലാതെ ഉപയോഗിക്കാത്ത കാരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതൊക്കെ ആണെങ്കിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് വേഗം കിട്ടുമല്ലോ. ഇതാണെങ്കിൽ ബുദ്ധിമുട്ട്. ഞാൻ ആകെ ദേഷ്യം പിടിച്ചിട്ടാണ് തുടങ്ങിയത് തന്നെ. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുറേ പ്രാവശ്യത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഇങ്ങനെ ഒരു നല്ലപോലെ ഒരു ദോശ കിട്ടിയത്. എത്രയ്ക്കായാലും നമ്മൾ അടുപ്പിലുണ്ടാക്കുന്ന ദോശയുടെ അത്ര രസം വരില്ല കേട്ടോ ഈ നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിൽ. എനിക്ക് ഗോതമ്പ് ദോശ ഇങ്ങനെ അരി ദോശ പോലെ ഇങ്ങനെ നല്ലോണം മുരിച്ചെടുക്കാൻ നല്ല ഇഷ്ടമാണ്. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം മുരിച്ചിട്ടെടുക്കാൻ അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ സമയം എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ വെച്ച് തീയിൽ അത് നല്ല വെന്ത് വരുമ്പോൾ നല്ല രസമാണ്. എനിക്ക് നല്ല മുരിഞ്ഞ ഗോതമ്പ് ദോശ കിട്ടി. അത് ഞാൻ ഇന്നലത്തെ കൂടുതൽ കൂട്ടാനും കൂടിയിട്ട് കഴിച്ചു. സൂപ്പറായിരുന്നു. ഗോതമ്പ് ദോശ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒന്ന് പറയണേ.